الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എന്നത് പലപ്പോഴും ഒരാഡംബരങ്ങൾ നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും, അല്ലെങ്കിൽ ആഡംബര ജീവിതം നയിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരെല്ലാം വലിയ സൗകര്യങ്ങളിലാണ്, എന്തൊരു ലൈഫാണ് അവരുടേത്, എന്തൊരു ആശ്വാസമായിരിക്കും അവരുടെ ജീവിതത്തിനൊക്കെ എന്ന് പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്ന ചിന്തകൾ നമുക്ക് മുന്നിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെയും അത്തരം ചിന്തകളുമായി ജീവിക്കുന്ന ആളുകളായിരിക്കും. ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചകന്റെ മിമ്പറിൽ കയറി നിന്ന് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഹദീസിന്റെ ഭാഗം ഇങ്ങനെയാണ്. നബി സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പർ. പ്രവാചകൻ ഒരിക്കൽ തന്റെ മിമ്പറിൽ കയറിയിരുന്നു. വജലസനാ ഹൗലഹു, ഞങ്ങളും പ്രവാചകന്റെ മിമ്പറിന് ചുറ്റുമിരുന്നു. ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരിക്കും ഇത്തരമൊരു ഇരുത്തവും സംസാരവും ഒക്കെ നടത്തുക എന്നുള്ളത് പ്രവാചകൻ അറിയാം. അതുകൊണ്ടാണ് പ്രവാചകന്റെ ചുറ്റും സ്വഹാബത്ത് ഇരിക്കുകയും പ്രവാചകന്റെ വചനം കേൾക്കാൻ, പ്രവാചകൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടായിരുന്നു. ഇന്ന മിമ്മ അഖാഫു അലൈക്കും ബഅദി, പ്രവാചകൻ പറയുകയാണ്, എനിക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നതായ ഒന്നുണ്ട്. മാ യഫ്തഹു അലൈക്കും, നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതായ, നിങ്ങളുടെ മുന്നിലേക്ക്
പ്രദർശിപ്പിക്കപ്പെടുന്നതായ തുറക്കപ്പെടുന്നതായ ഒന്നിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഭയപ്പെടുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അത് ദുനിയാവിന്റെ സഹറത്താണ്, വസീനത്തഹ അതിന്റെ അലങ്കാരമാണ്. ദുനിയാവിന്റെ പളപളപ്പും അതിന്റെ അലങ്കാരവും ഒക്കെ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുന്നതിനെ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി പറഞ്ഞു. പ്രിയമുള്ളവരെ, സമ്പത്ത് അനുഗ്രഹമാണ്. നമുക്ക് ലഭിക്കുന്ന ആയുസ് അത് അനുഗ്രഹമാണ്. ആരോഗ്യം അത് അനുഗ്രഹമാണ്. നമുക്ക് അല്ലാഹു നൽകിയ യുവത്വം അത് അനുഗ്രഹമാണ്. നമ്മുടെ ഒഴിവു സമയം, ഇതെല്ലാം അല്ലാഹുവും റസൂലും പഠിപ്പിക്കുന്നത് അനുഗ്രഹങ്ങളായിട്ടാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിനെ പല തട്ടുകളായി തിരിച്ച് റസൂലിന്റെ വചനങ്ങളെ ആത്മാർത്ഥമായി വായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ 5 ഘട്ടങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 5 ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ കൃത്യമായി ക്രമപ്പെടുത്തി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രവാചകൻ പറഞ്ഞു. അതിൽ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ശബാബക ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം ബാധിക്കുന്നതിന് മുൻപ് നിന്റെ യുവത്വത്തിനെ നീ ഉപയോഗപ്പെടുത്തണം. വസിഹ്ഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം ബാധിക്കപ്പെടുന്നതിന് മുമ്പ് നിനക്ക് ആരോഗ്യമുള്ള സമയത്തിനെ നീ ഉപയോഗപ്പെടുത്തണം. വഇനാക ഖബ്ല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ ധന്യതയെ നീ ഉപയോഗപ്പെടുത്തണം. വഫറാഗക ഖബ്ല ശഗ്ലിക, നിന്റെ ഒഴിവു സമയത്തിനെ നീ തിരക്ക് ബാധിക്കുന്നതിന് മുന്നേ ഉപയോഗപ്പെടുത്തണം. വഹയാതക ഖബ്ല മൗതിക, നിന്റെ മരണത്തിന് മുന്നേയുള്ള നിന്റെ ജീവിതത്തിനെ നീ ഉപയോഗപ്പെടുത്തണം. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവനും അത് ഉപയോഗപ്പെടുത്താനുള്ള മാനദണ്ഡങ്ങളായി പഠിപ്പിക്കുന്ന 5 കാര്യങ്ങളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഭൗതികമായ ജീവിതത്തിന്റെ ആഡംബരങ്ങളിലും അതിന്റെ സൗകര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ മുഴുകി അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. എന്നാൽ പ്രിയമുള്ളവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആരോടാണ്? സ്വഹാബത്തിനോടാണ്. ആരാണ് സ്വഹാബത്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ച്, തന്റെ സമയം മുഴുവനും അല്ലാഹുവിന് വേണ്ടി ചിലവഴിച്ച്, തന്റെ ദാനധർമ്മങ്ങൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി നൽകി സ്വർഗത്തിലെ 8 കവാടങ്ങളോട് പ്രവേശിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം അല്ലാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം ചിലവാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ക്ഷാമം ബാധിച്ച് ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ജനങ്ങൾ കടന്നു വരികയാണ്. ഖലീഫയോടായി ആ മനുഷ്യന്മാരെല്ലാവരും ആകുലപ്പെട്ടു. യാ ഖലീഫത്ത റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായവരെ, ഇന്ന സമാഅ ലം തുംദിർ, ആകാശത്തുനിന്ന് മഴ പെയ്യുന്നില്ല. വൽ അർദു ലം തുംബിത്, ഭൂമിയിൽ വിളവുകൾ അത് കൊയ്തെടുക്കാൻ പാകത്തിൽ വിളവുകൾ ഉണ്ടാകുന്നില്ല. വഖദ് അദറക അന്നാസ ഹലാകുൻ, മനുഷ്യരെല്ലാവരും നാശത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പരാതിപ്പെടുകയാണ് മനുഷ്യന്മാർ വന്നിട്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബത്തിനോടായി പറഞ്ഞു, ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇൻസരിഫു വഇസ്ബിറു, നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകണം, നിങ്ങൾ ക്ഷമിക്കണം അല്ലാഹുവിന്റെ മാർഗത്തിൽ. ഇൻഷാ അല്ലാഹ് വൈകുന്നേരമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു ആശ്വാസം നൽകും. ഇൻഷാ അല്ലാഹ് എന്നുള്ള പ്രയോഗം പ്രയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്നുള്ള ആ ഒരു വാക്യം പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിരിയുമ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഒരു കാഫില ഇങ്ങനെ പുറപ്പെട്ടു വരികയാണ്. ഷാമിൽ നിന്ന് പുറപ്പെട്ട വലിയ ഒരു കച്ചവട സംഘം. അങ്ങനെ അകലെ നിന്ന് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു സംഘം ഇങ്ങനെ വരുന്നുണ്ട് എന്ന്. ഒട്ടകപ്പുറത്ത് 1000 ഒട്ടകപ്പുറത്ത് തന്റെ കച്ചവടം കഴിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. സ്വഹാബത്ത് പ്രതീക്ഷയിലാണ്. എല്ലാ കച്ചവടക്കാരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ചുറ്റും കൂടി. എന്തിനാ കൂടിയത്? ക്ഷാമം ബാധിച്ചിരിക്കുന്നു, പ്രയാസങ്ങളുണ്ട്, വിശപ്പടക്കാൻ, അവരുടെ പ്രയാസങ്ങൾ അടക്കാൻ
തങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ ഈ ഒരു യാത്രാ സംഘം അല്ലെങ്കിൽ ഈ ഒരു കച്ചവട സംഘം തിരിച്ചെത്തുമ്പോൾ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഓരോരുത്തരും 1000 ഒട്ടകപ്പുറത്തുള്ള ധാന്യമണികളൊക്കെ നോക്കി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് വില പറയാൻ തുടങ്ങി. ബിഇനാ മിൻ ഹാദാ അല്ലദീ വസല ഇലൈക ദിർഹമൻ വദിർഹമൈൻ. 1 ദിർഹം നൽകാം, 2 ദിർഹം നൽകാം, ഇനി എന്തെങ്കിലും നൽകാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 4 ദിർഹം വരെ നൽകാം, അതിൽ കൂടുതലും നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് സഹാബത്ത് മുഴുവനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ പ്രയാസപ്പെടുത്തുകയാണ് ഈ കാര്യം പറഞ്ഞിട്ട്. അല്ലെങ്കിൽ അവർക്ക് വിശപ്പിന്റെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ അത്രയും ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഅതാനി ബികുല്ലി ദിർഹമിൻ അശറ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിർഹമിനും 10 പ്രതിഫലമായി എനിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ പക്കലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തിനെയും അല്ലെങ്കിൽ ആ കൊണ്ടുവന്ന മുഴുവൻ 1000 ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ ധാന്യമണികളും തന്റെ പക്കലുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും ആ കൂടിയ മിസ്കീനുകൾക്കും ഫക്കീറുകൾക്കുമായി വീതിച്ചു നൽകി എന്നാണ് ചരിത്രം. അങ്ങനെയുള്ള സ്വഹാബത്തിനോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ മേൽ ഞാൻ ഒരു ധന്യതയെ, ദുനിയാവിന്റെ ആഡംബരങ്ങളെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആയിഷ റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇഹലോകവാസം വെടിയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ നിന്ന് പിരിയുമ്പോ എന്റെ പക്കൽ അല്പം ബാർലി മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്പം ഭക്ഷിക്കാനുള്ളൊരു ബാർലി മാത്രമേ ഞങ്ങളെ വീട്ടിൽ, വേറെ ഒന്നും സമ്പത്തായിട്ടില്ല, ഭക്ഷിക്കാനായിട്ടില്ല, ആഹാര സാധനങ്ങളായിട്ടില്ല. അങ്ങനത് കുറെ ദിവസം ഞങ്ങൾ കഴിച്ചു എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു പറയുന്നത്. നമ്മളെയൊക്കെ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ. നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നു, കൃത്യസമയങ്ങളിൽ നമ്മൾ ഉറങ്ങുന്നു, നമ്മുടെ വസ്ത്രങ്ങളാകട്ടെ നമ്മൾ ഇങ്ങനെ മാറി മാറി ഉടുക്കുന്നു. ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, കല്യാണത്തിന്റെ മഞ്ഞ കല്യാണവും ചുവന്ന കല്യാണവും അങ്ങനെ പച്ച കല്യാണവും ഒക്കെയായി എന്നെ കളറുകളുടെ പേരിൽ ഇങ്ങനെ കളറുകൾ ഇട്ട് ആഡംബരികൾ കാണിക്കുകയാണ്. പിന്നീട് ഉടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങൾ, ഒറ്റത്തവണ മാത്രം ഉടുക്കുന്ന വസ്ത്രങ്ങളായി പല വസ്ത്രങ്ങൾ നമ്മുടെ അലമാരകളിൽ ഇങ്ങനെ ഷെൽഫുകളിൽ നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും. എത്ര സൗകര്യങ്ങളാണ്! ഓരോ പ്രോഗ്രാമുകൾ വരുമ്പോഴും ഓരോ പ്രോഗ്രാമുകൾക്ക് നമ്മൾ ഡ്രസ്സുകൾ ഇങ്ങനെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ കൈകളിൽ, എല്ലാ മക്കളുടെ കയ്യിലും, ചെറുതു മുതൽ വലുതു വരെ എല്ലാ മക്കളുടെ കയ്യിലും അത്യാവശ്യം സൗകര്യങ്ങളുള്ള മൊബൈൽ ഫോണുകളുണ്ട്. അതിൽ നെറ്റ് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരെന്താണ് കാണുന്നത്, അവരെന്താണ് കേൾക്കുന്നത്, അവരെന്തെല്ലാമാണ് അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതെന്നൊന്നും പലപ്പോഴും പല രക്ഷിതാക്കളും തിരിഞ്ഞുപോലും നോക്കാറില്ല. എല്ലാ സൗകര്യങ്ങളും, ദുനിയാവിലെ എല്ലാ വിധത്തിലുള്ള ഭൗതിക പ്രവത്തതയും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അവരുടെ വിരലുകൾ പരതുന്ന ഓരോ തിന്മകൾക്കും ചിലപ്പോൾ റബ്ബിന്റെ മുന്നിൽ നമ്മളടക്കം നമ്മുടെ ലൈഫില് നമ്മൾ കൊണ്ടുനടക്കുന്ന വലിയ സൗകര്യമാണ് നമ്മുടെ മൊബൈലുകൾ. ആ സൗകര്യത്തിൽ നമ്മൾ ഇങ്ങനെ മതിമറന്ന് പലതും കണ്ടിങ്ങനെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമാർ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ കൃത്യമായ അവസ്ഥ അത് നഷ്ടപ്പെടുമാറ് എത്ര തിന്മകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ റബ്ബ് പതിസ്ഥാനത്തിൽ നിന്ന് നിന്നെ കാണുന്നുണ്ട്. ആര് കാണുന്നില്ലെങ്കിലും, ആര് നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും നിന്നെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരു റബ്ബ് ഉപരിലോകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഒരു വിശ്വാസിക്ക് സദാസമയവും ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പായുമ്പോ നമ്മൾ അള്ളാഹുവിനെ പോലും മറന്നു പോകുന്ന അവസ്ഥകൾ നമുക്ക് വരാറുണ്ട്. സാമ്പത്തികമായ ഞെരുക്കം മഴ സമയത്ത് ഒരു മനുഷ്യന് ബാധിച്ചാലോ, അയാളിങ്ങനെ മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, കച്ചവടവും നടക്കണില്ല, പല പ്രയാസങ്ങളിലാണ്, പല കൃഷിയും നമ്മൾ നശിച്ചു പോവുകയാണ്. എന്തൊരു നാശം പിടിച്ച മഴയാണ്, മഴയെങ്ങനെ തെറിവറയും. അള്ളാഹു ആനലോകത്തുനിന്ന് ചൂടുമാറാനായിട്ടും ധാന്യമണികൾ മുളപ്പിക്കാനായിട്ടും മറ്റു സൗകര്യങ്ങൾക്കായിട്ടും പെയ്യിപ്പിക്കുന്ന മഴയെപ്പോലും മനുഷ്യന്മാരെ കുറ്റം പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യവും ആരോഗ്യവും എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ നൽകുമ്പോൾ ചില മനുഷ്യന്മാർ പറയും അത്രേ. പരിശുദ്ധ ഖുർആനിൽ അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച നമുക്ക് സുപരിചിതമായ വചനങ്ങളാണ്. ഫഅമ്മാ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ
ഒരു മനുഷ്യനെ നാം പരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഇദാ മബ്തലാഹു റബ്ബുഹു, അവന്റെ റബ്ബ് അവനെ പരീക്ഷിച്ചാൽ എന്താണ് അവൻ പറയുക? ഫഅക്രമഹു, അവനെ പരീക്ഷണത്താൽ ആദരിച്ചാൽ, വനഅമഹു, അവന് അനുഗ്രഹങ്ങൾ നൽകിയാൽ, ഫയഖൂലു റബ്ബി അക്രമൻ, അവൻ പറയും എനിക്ക് റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, വല്ലാത്ത സൗകര്യങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുമെന്നാൽ അത് നല്ല തന്നെയാണ് അങ്ങനെ പറയുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിൽ ഒരു വിശ്വാസി പറയേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതേ മനുഷ്യനെ തന്നെ അവന്റെ സമ്പത്തിലെങ്ങാനും കുറച്ചുകൊണ്ട്, അവന്റെ ഉപജീവനത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് നാം അവനെ പരീക്ഷിച്ചാലോ, അവനെന്താ പറയാ? ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബെന്നെ മോശപ്പെടുത്തിയിരിക്കുന്നു, എന്റെ അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്, എന്നെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു, വല്ലാത്തൊരു പരീക്ഷണം എനിക്ക് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവനിങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശം പറയാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അറിയണം, ദുനിയാവെന്നത് അത് കളിയും വിനോദവും അലങ്കാരവും, മക്കളെ കൊണ്ടും സമ്പത്തുകളെ കൊണ്ടും നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുന്ന ഒന്നാണ്. ഒരു മഴ പോലെ, ആ മഴ പെയ്യുമ്പോൾ അവിടെയുള്ള കൃഷിയുടെ ആളുകൾ അവർ പറയും, അവരിങ്ങനെ അത്ഭുതപ്പെടും, എന്തൊരു മനോഹരമായ കൃഷിയാണ്, എത്ര നല്ല രൂപത്തിലാണ് ഇതിങ്ങനെ മഴ പെയ്ത് ഓരോ കൃഷിധാന്യങ്ങളും ഇങ്ങനെ മുളച്ചു പൊന്തുന്നത് എന്ന് അവർ അത്ഭുതത്തോടെ അജബായിക്കൊണ്ട് അവർ പറയുമെന്നാണ്. സുമ്മ യഹീജു, പിന്നീട് അതിന് ഉണക്ക ബാധിക്കും, ഫതറാഹു മുസ്ഫറ, പിന്നീട് അത് മഞ്ഞ നിറത്തിലാകും, സുമ്മ യകൂനു ഹുതാമ, പിന്നീട് അത് വൈക്കോൽ തുരുമ്പ് പോലെ ആയിത്തീരും എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ കിട്ടി, എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ ഉണ്ടായി, അതിങ്ങനെ അവസാനം ആ ഒരു വൈക്കോൽ തുറു പോലെ, അല്ലെങ്കിൽ അവർ മുളപ്പിച്ചെടുത്ത ഓരോന്നും അതിങ്ങനെ നിറങ്ങൾ മാറി, വർണ്ണങ്ങൾ മാറി, അതിന്റെ സൗകര്യങ്ങൾ മാറി, എല്ലാം ഇങ്ങനെ മാറി മാറി പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, ആഖിറമാകട്ടെ ശക്തമായ ശിക്ഷയുടെ സങ്കേതമാണ്. വമഗ്ഫിറത്തും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്. വറിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തിയുമുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇഹലോക ജീവിതം എന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന ഒന്നാണ്. നമ്മളൊക്കെ ഇങ്ങനെ ചതിക്കുഴിയിലാഴ്ത്തി ദുനിയാവിന്റെ സൗകര്യങ്ങൾ ഇങ്ങനെ പളപളപ്പ് നമ്മളെ ഇങ്ങനെ ത്രസിപ്പിക്കുകയാണ്. പല രൂപത്തിലും നമ്മളെ അതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിയ ഇന്ന സൗകര്യങ്ങൾ കിട്ടും, ഇന്നലെ 1000 കിട്ടിയെങ്കിൽ ഇന്ന് 2000 കിട്ടും, ഇന്ന് 3000 കിട്ടും, ഇങ്ങനെ സമ്പത്തിന്റെയും ദുനിയാവിന്റെയും പിന്നാലെ പാഞ്ഞ് മനുഷ്യന്മാരിങ്ങനെ സമയം കളയുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, ദുനിയാവിൽ നീ ഒരു അപരിചിതനാണ്. ഇന്ന് നീ പരിചയമില്ലാത്ത ഒരാളെ പോലെയാണ് ജീവിക്കാൻ. അല്ലെങ്കിൽ ഒരു വഴിയാത്രികനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ദുനിയാവെന്നത് നമുക്ക് സ്ഥിരവാസമായി അള്ളാഹു നൽകിയ ഒന്നല്ല. ഏതു നിമിഷവും, ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പല മരണ വാർത്തകളും അറിയുമ്പോൾ ദ്രുതഗതിയിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്ന പല സന്ദർഭങ്ങളും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ പായുമ്പോൾ വളരെ വേഗത്തിൽ ഏത് നിമിഷവും നമ്മുടെ മുന്നിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ വരാം. ഞാൻ നിങ്ങളൊക്കെ അതിൽ കയറി യാത്ര ചെയ്യേണ്ടി വരും. ആ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങൾക്കുമൊക്കെ എന്താണ് ഉണ്ടാവുക എന്ന് ചുറ്റുമുള്ള മനുഷ്യന്മാരെല്ലാവരും കരയുമ്പോ നമ്മളെ ഖബറിലേക്കുള്ള സമ്പാദ്യമായി അവിടെ മുതൽ തുടങ്ങുന്ന ഒരു ജീവിതമായി നമ്മുടെ കരങ്ങളിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കാൻ ഒരു മുഅ്മിനിന് കഴിയണം. പ്രിയമുള്ളവരെ, ആളുകൾ ഇങ്ങനെ ചുമലിലേറ്റി പോകുമ്പോ നമ്മളെ കുറിച്ച് പറയണം, നല്ലൊരു മനുഷ്യനായിരുന്നു, അയാൾ ആദർശരംഗത്ത് ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത ആളായിരുന്നു, തൗഹീദ് മുറുകെ പിടിച്ച ആളായിരുന്നു, അല്ലാഹുവേ പൊറുക്കണേ എന്ന് പറയുമ്പോ അവരുടെ ചുണ്ടുകളിൽ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്ന, അവരുടെ കണ്ണുകളിൽ അത് കാണാൻ കഴിയും, അവരുടെ കൽബകങ്ങളിൽ കാണാൻ കഴിയും. നമ്മളെ ഏറ്റിപ്പോകുമ്പോ ആളുകൾക്ക് തോന്നണം, നഷ്ടം വരാത്തൊരു യാത്രയാണ് ഈ മനുഷ്യൻ്റെത്. അയാളുടെ റുകൂഉകൾ, അയാളുടെ സുജൂദുകൾ, അയാളുടെ അമൽ സ്വാലിഹാത്തുകളെല്ലാം അയാളെ കൂടെ ഉണ്ടായിരുന്നു. ഈ മിമ്പറിന്റെ ചുവട്ടിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഇരുത്തം അയാൾക്ക് ഗുണപരമായിരുന്നു എന്ന് പറയാൻ കഴിയണം. രാത്രി കാലങ്ങളിൽ ഉറക്കൊഴിച്ച് അവരുടെ പാർശ്വഭാഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് വന്ന എഴുന്നേൽക്കലുകൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഖബറിലേക്ക് അത് ഗുണം ചെയ്യുന്നതാകണമെന്ന്
ഖുർആൻ ക്ലാസ്സിൽ ഇരുന്നത്, ഖുർആനിന്റെ പേജുകൾ മറിച്ചത്, ഓരോ വചനങ്ങളും പാരായണം ചെയ്തത് എല്ലാം നമുക്ക് റബ്ബിന്റെ അടുക്കൽ കിട്ടണം. അങ്ങനെ കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം യഥാർത്ഥത്തിൽ നല്ലൊരു ലൈഫായി മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബാബക ഖബല ഹറമിക, നിനക്കൊരു യുവത്വമുണ്ട്. ആ യുവാവായിരിക്കുന്ന സമയത്ത് നിനക്കൊരുപാട് അധ്വാനിക്കാൻ കഴിയും. ദുനിയാവിന് വേണ്ടിയും കഴിയും, ആഖിറത്തിന് വേണ്ടിയും കഴിയും. നമ്മൾ പലപ്പോഴും ആ ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് ഏറ്റവും അവസാനമാണ് ആഖിറത്തിന്റെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. നമസ്കാരത്തിന്റെ സമയമായാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദഅവാ സംരംഭങ്ങളുടെ സമയമായാൽ നമ്മൾ പലപ്പോഴും അതിലൊന്നും കാണാറില്ല. നമ്മൾ തിരക്കിലാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതൊന്ന് കഴിയട്ടെ, ഈ കച്ചവടം ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സമയം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നിങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ യുവത്വത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. 18-ാമത്തെ വയസ്സിൽ തൗഹീദ് നെഞ്ചിലേറ്റി ആ പ്രവാചകൻ നിർവഹിച്ച ദൗത്യ നിർവഹണത്തിന്റെ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുണ്ട് വരും ഖുതുബകളിലൂടെ ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആർജവത്തോടെ പറയും, ആ പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ ആർജവത്തോടെ പറയും. എന്താ കാര്യം? ആ പ്രബോധന രംഗത്ത് തന്റെ പിതാവിന്റെ മുഖത്ത് നോക്കി, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, കാണാത്ത കേൾക്കാത്ത ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാണ് വാപ്പ നിങ്ങൾ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ വിളിച്ച് ആരാധിക്കുന്നത്, നിങ്ങൾ ഈ പ്രതിമകളോട് എന്തിനാണ് ആവലാദികളും വേവലാദികളും പറയുന്നത് എന്ന് സധൈര്യം ചോദിച്ച 18-ാമത്തെ വയസ്സിലെ ചുറുചുറുക്കിന്റെ പ്രായത്തിലെ ആ പ്രവാചകന്റെ പ്രബോധന ദൗത്യം നമ്മൾ കാണുകയാണ്. തീയിൽ വലിച്ചെറിയപ്പെടുമെന്ന് അറിഞ്ഞിട്ടും, അല്ലെങ്കിൽ ശക്തമായ ശിക്ഷകൾ ലഭിക്കുമെന്നറിഞ്ഞിട്ടും പല അവിടുത്തെ രാജാവിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് തൗഹീദ് വിളംബരം ചെയ്യുമ്പോ യുവാവായിരുന്നു എന്നാണ് ചരിത്രം. അസ്ഹാബുൽ കഹഫിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാം, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അവർ കുറച്ച് യുവാക്കളായിരുന്നു. തന്റെ ഇടമുള്ള ചുറുചുറുക്കുള്ള രക്തം ഒഴുകുന്നിടത്ത് അവരുടെ ദൗത്യത്തിന്റെ ഒരു നിലക്കുള്ള ആ ഒരു പ്രതിബദ്ധതയും മറന്നു പോകാത്ത ആദർശരംഗത്ത് ചടുലതയുള്ള യുവാക്കളായിരുന്നു അവർ എന്നാണ്. ഇന്നഹും ഫിത്യത്തുൻ, അവർ കുറച്ച് യുവാക്കളായിരുന്നു. എന്താ അവരുടെ പ്രത്യേകത? ആമനൂ, അവർ ഈമാനുള്ളവരായി, അവർ മുഅ്മിനീങ്ങളായി വിശ്വാസം ഉൾക്കൊണ്ടു, ബിറബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക്, വസിദ്നാഹും ഹുദാ, നാം അവർക്ക് ഹുദ നൽകി. ഹുദ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ്. സാദ യസീദു എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. സന്മാർഗം വർദ്ധിക്കുമ്പോൾ അതൊരിക്കലും ഇതിങ്ങനെ കൽബിലിട്ട് ഇങ്ങനെ നടക്കാൻ കഴിയൂല. ആളുകളോട് പറയാൻ തോന്നും, ഇത് ചെയ്യല്ലേ, നിങ്ങളെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ ഉറുക്ക് അത് അപകടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മൻ തഅല്ലഖ തമീമ ഫഖദ് അശ്റക, ആരെങ്കിലും മന്ത്രിച്ചോദിയ ചരടുകൾ അത് ബന്ധിച്ചു കഴിഞ്ഞാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു എന്ന്, അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തു എന്ന് പറഞ്ഞാൽ അവന്റെ തവക്കുൽ ഇത് കാരണം അവന്റെ രോഗം മാറുമെന്ന് അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവാണ് രോഗം മാറ്റും. ഒരു രോഗിയെ കാണുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യൻ പറയേണ്ടത് എന്താ? അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യഗൂദുറു സഖം. വ്യത്യസ്തങ്ങളായ റിവായത്തുകളിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പ്രാർത്ഥന കാണാൻ കഴിയും. ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പൊ രോഗം മാറ്റുന്നത് ആരാണ്? അല്ലാഹുവാണ്. അപ്പൊ ഈ ചരട് അത് ഗുണമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അഴിച്ചു മാറ്റും. കാര്യം എന്താണ്? അതിൽ രക്ഷയില്ല. നമുക്ക് പ്രാർത്ഥനകൾ ചൊല്ലാം, വിറുതുകളുണ്ട് ഇസ്ലാമിൽ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഫലക്, നാസ് തുടങ്ങിയ പ്രാർത്ഥനകൾക്ക് ശരീരത്തിൽ ഇങ്ങനെ ഊതി തടകുന്ന ഇസ്ലാമികമായ ശർഈയായ പ്രാർത്ഥനകൾ നമുക്ക് കാണാം. രാത്രി കാലങ്ങളിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ, ആർജവത്തോടെ എഴുന്നേൽക്കണമെങ്കിൽ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാലാണ് ഒരു മനുഷ്യന് എഴുന്നേറ്റ് വരാൻ കഴിയും. ഇല്ലെങ്കിൽ പിശാചികനെ കെട്ടിടുമെന്ന്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ യുവത്വ കാലഘട്ടത്തിൽ ആ പ്രബോധന രംഗത്ത് നമ്മൾ നിറഞ്ഞു നിൽക്കണം. വാർദ്ധക്യത്തിന് മുന്നേ ഉള്ള യുവത്വം. ഒരു വൃദ്ധനായ മനുഷ്യന് ഒരു യുവാവായ ആള് ഓടുന്നത്ര ചിലപ്പോൾ ഓടാൻ കഴിയണമെന്നില്ല. ഇപ്പൊ പലപ്പോഴും യുവാക്കളെക്കാൾ ഓടുന്നത് വൃദ്ധരാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകേണ്ടി വരും. കാരണം ഇങ്ങനെ തലകുനിച്ച് തന്റെ സമയം മുഴുവനും ഇങ്ങനെ മൊബൈലുകളിൽ ഇരുന്ന് അങ്ങനെ സമയം കഴിയുന്ന ഒരു തലമുറയെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. എല്ലാവരും അല്ല എങ്കിലും ചിലരെങ്കിലും അങ്ങനെയൊക്കെ ആയി പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു യുവത്വം അത് പാഴായി പോകാൻ പാടില്ല. വിദ്യാർത്ഥികളായിരിക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ നല്ല രൂപത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണ് ഒരു വിദ്യാർത്ഥി കാലഘട്ടം എന്നത്. തൗഹീദിന്റെ ആദർശം ഇങ്ങനെ ആളുകളോട് പറയാനും നമ്മളെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനും ഒക്കെ കിട്ടണ നല്ലൊരു അവസരമാണ്. നമ്മുടെ കളിക്കളങ്ങളിൽ
നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ പഠിക്കുന്ന പാഠശാലകളിലെല്ലാം നമുക്ക് ആദർശം പറയാൻ കഴിയണം. രണ്ടാമത്തത് പ്രവാചകൻ കപില സക്കമിക്കുന്ന ആരോഗ്യമുള്ള സമയം. രോഗം വരണേന് മുന്നേ എന്ത് ചെയ്യണം? നീ നിന്റെ സമയത്തിനെ ഉപയോഗപ്പെടുത്തണം, നിന്റെ ആരോഗ്യത്തിന് ഉപയോഗപ്പെടുത്തണം. ആഫിയത്ത് എന്ന് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ. അവിടെയൊക്കെ ആഫിയത്തിനെ ഇങ്ങനെ ചോദിക്കണം, കാണാൻ പറ്റും. ആഫിയത്ത് എന്ന് പറയുന്നത് ശരീരത്തിൽ കിട്ടുന്ന വല്ലാത്തൊരു സുഖമാണ്, ആശ്വാസമാണ്. അതൊരു മുഅ്മിനിന് കിട്ടുന്ന വലിയൊരു സന്തോഷമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അശ്ശൈത്വാനു ഇദാ റആ ഉമറൻ സാലികൻ ത്വരീഖഹു ഖറബ ഖൗഫൻ മിൻഹു വഹൈബതൻ. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങാനും ആ യുവത്വത്തിന്റെ അദ്ദേഹത്തിന്റെ ധൈര്യവും സ്ഥൈര്യവും ഈമാനികമായ ചൈതന്യവും അതിനെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. പിശാചെങ്ങാനും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു വഴിയിൽ കണ്ടാൽ, ഇദാ റആ ഉമറൻ സാലികൻ ത്വരീഖഹു, ഒരു വഴിയിൽ കയറുന്നതായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടാൽ, ഖറബ ഖൗഫൻ മിൻഹു, ശൈത്താൻ എന്ത് ചെയ്യും? ഉമർ റളിയല്ലാഹു അൻഹു കയറിയ വഴിയിൽ കയറൂല. അത്ര കണ്ട് ഈമാനായിരുന്നു എന്ന്, അത്ര കണ്ട് ഈമാനായിരുന്നു ആ യുവത്വത്തിന്റെ. ഉമർ റളിയല്ലാഹു അൻഹു കാന ഖവിയ്യൻ ശദീദൻ ഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ ഖവിയായിരുന്നു, ശദീദായിരുന്നു, ശക്തനായിരുന്നു, നല്ല ബലവത്തായ ഈമാനിന്റെ ഉടമയായിരുന്നു എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ട് രാപ്പകലുകളിൽ നമുക്ക് റബ്ബിന്റെ മുന്നിൽ നമ്മുടെ ആരോഗ്യമുള്ള സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. പാവപ്പെട്ടവന്റെ ഭക്ഷണ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയണം. നമ്മുടെ ചുമലിലേറ്റി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകണം. നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്തു വെച്ച പല കാര്യങ്ങളുമാണ്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ദാരിദ്ര്യം വരണേന് മുമ്പ് നീ എന്ത് ചെയ്യണം? നിനക്ക് ധന്യതയുള്ളൊരവസ്ഥ ഉണ്ട്. ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, ആ കാര്യങ്ങൾ നിനക്ക് നല്ല കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റണം. ദാരിദ്ര്യത്തിന് മുമ്പ് സമ്പത്ത് ലഭിക്കുമ്പോൾ പലപ്പോഴും സമ്പത്തുള്ള സമയം എന്നത് പലപ്പോഴും മനുഷ്യനെ ഭ്രമിപ്പിക്കുന്ന ഒന്നാണ്. ഇതൊരു ലഹരിയാണ്. പലപ്പോഴും അതിങ്ങനെ കൊടുക്കാനും വാങ്ങാനും ഒക്കെ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും. ഇപ്പോൾ നമ്മുടെ പള്ളിയിലെ വിഷയം പറയുന്നു, എല്ലാ ആഴ്ചയിലും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു 200 രൂപ, 300 രൂപ, 100 രൂപ, കഴിയുന്ന ഒരു 10 രൂപ എങ്കിലും നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ വരും. പോക്കറ്റ് ഇല്ലാത്തത് മാക്സിമം നോക്കിയിടുക, അല്ലെങ്കിൽ പോക്കറ്റൊക്കെ ഇങ്ങനെ വൈറ്റായി തന്നെ നിൽക്കണം. അല്ലെങ്കിൽ എന്താണ്, പോക്കറ്റിലൊന്നും ഇടാതെ വീട്ടിൽ നിന്ന് പൈസ ഒക്കെ എടുത്ത് അവിടെ വെച്ചിട്ടാ വരും. ഇനി എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല, അതാവുമല്ലോ. പക്ഷേ പലപ്പോഴും ഇത്തരം ദാനധർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്കുള്ളതാണ്. പക്ഷേ പല നന്മകളിലും നമ്മൾ സജീവരാകാറില്ല എന്നുള്ളതാണ്. ചെറിയൊരു സാമ്പത്തികമായൊരു സഹായം ഇത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കരുതി പോകണം. പള്ളിയിൽ എല്ലാ ആഴ്ചയും പറഞ്ഞ് ഇപ്പോൾ ഉസ്താദ് വന്നതിനാണ്, ഇന്നാൾ വന്നതിനാണെന്ന് തോന്നണ്ട. എല്ലാ ആഴ്ചയിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു തുക അത് സാമ്പത്തികമായി നമ്മൾ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ധന്യത ഉള്ളപ്പോഴേ അത് പറ്റുള്ളൂ. എൻ്റെ 100 രൂപയിൽ നിന്നൊരു 10 രൂപ അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ എനിക്ക് മാനസികമായ ഒരു വിശാലത ഉണ്ടാകണമെന്ന്. അപ്പോൾ നേരത്തെ പള്ളിയിലെത്തുന്നു, എല്ലാ വസ്ത്രങ്ങളും മാന്യമായി ധരിച്ചിട്ടുണ്ട്, അത്തറ് പൂശിയിട്ടുണ്ട്, എല്ലാ പുണ്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാം. ഒരു വേള നമ്മൾ ചെയ്യുന്ന ഒരു നന്മ അത് കാരണത്താൽ ചിലപ്പോൾ വലിയൊരു കാര്യമായിരിക്കും നമ്മൾ അതിലൂടെ ചെയ്യണം. ഒരു 10 രൂപ ആയിരിക്കും നമ്മൾ കൊടുത്തെങ്കിലും അതുകൊണ്ട് ഈ കമ്മിറ്റ് ചെയ്യുക വലിയൊരു നന്മയാണെങ്കിൽ അതിൻ്റെ ഒരു കൂലി നമ്മുടെ ഖബറിലേക്ക് വരുമെന്നാണ്. അതുകൊണ്ട് ഹിനയുള്ള സമയത്ത്, ധന്യതയുള്ള സമയത്ത് നമ്മൾ ചെലവാക്കണമെന്ന്. നാലാമത്തത് നിനക്ക് തിരക്ക് ബാധിക്കണതിന് മുമ്പ്. നമ്മൾ പലരും പല തിരക്കുകളുള്ള ആളുകളാണ്. ജോലി തിരക്കുകളുണ്ട്, അതുപോലെ തന്നെ കുടുംബത്തിലെ തിരക്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പലപ്പോഴും നമ്മുടെ ശുഗലുകൾ, നമ്മുടെ ബിസികൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിലാണ്. നമ്മൾ ബിസിയാകണം പലപ്പോഴും ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിലാണ്. പക്ഷെ റസൂൽ പറഞ്ഞ നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം. ഒഴിവ് സമയം എങ്ങനെ പലപ്പോഴും പല ആളുകൾ ഉപയോഗപ്പെടും? സിനിമയോ സീരിയലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിന്മകളിലാണ് ഉപയോഗപ്പെടുത്തണം മനുഷ്യന്മാർ. മറ്റെന്തെങ്കിലും കാര്യങ്ങളിലാണ്. ഒരു ഖുർആൻ ക്ലാസ്സിന് വിളിക്കുമ്പോൾ ഒന്ന് തിരക്കാണ് കേട്ടോ, എനിക്ക് വരാൻ പറ്റൂല. നമ്മളപ്പുറത്ത് മാറി ഇരുന്നിട്ട് ആ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എന്തിനാണെന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ സ്വന്തമായിട്ട് ആലോചിക്കുക നമ്മളെ കുറിച്ച്. മക്കളെ കാര്യത്തിലാണെങ്കിലോ, ആ ചെറിയ മക്കളുണ്ട്, ഒരു ദീനിയായ പഠന ക്ലാസ് ഉണ്ട്, മക്കളെ വിടണം കേട്ടോ എന്ന് പറയാം. നമ്മൾ എന്താ പറയാ, അവൻ 10ാം ക്ലാസ്സിലാണ്, പരീക്ഷ എഴുതാനുണ്ട്, 1 മണിക്കൂർ ദീനിന്റെ കാര്യത്തിൽ വിടാൻ പറഞ്ഞിട്ടാണ്.
അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ദിവസം നമുക്ക് വിടാതിരിക്കാം. പക്ഷേ നമ്മളെ മക്കളെ ദുനിയാവിന്റെ വിഷയത്തിലാണ് തൽപരരാക്കുന്നത്. കൂടുതൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഇപ്പോൾ 10th തുടങ്ങണ എവിടെ നിന്നാണ്? ഈ ഒരു സമയം മുതൽ തുടങ്ങി ഒരു വർഷം മുഴുവൻ അവന് 10th ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അവനെങ്ങനെ വിടും? ബാക്കി എല്ലാ കാര്യങ്ങളും അവനുണ്ട്, എല്ലാ തിന്മകളിലും അവനുണ്ട്. പക്ഷേ ദീനിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറും. നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നാണ്. അതുകൊണ്ട് ചിലത് മാറ്റിവെച്ചാലേ ചില കാര്യങ്ങൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അത് എത്ര വലിയ നന്മയാണ് നമ്മൾ തിരിച്ച് ഓരോ ദീനിയായ കാര്യങ്ങളിലും നമ്മൾ സമയം മാറ്റിവെക്കണത്. ആ സമയം സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. ആ സമയം അള്ളാന്റെ കോടതിയിൽ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഓരോ എപ്പോഴാണ് നിർത്തുക, ഇതൊന്ന് കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് പോകായിരുന്നു, ഇങ്ങനെ ചിന്തിച്ചിരിക്കും പല ആളുകളും ഇരിക്കാം. കഴിഞ്ഞ ആഴ്ച ഒരാൾ 5 മിനിറ്റ് കൂടിപ്പോയി, ഈ ആഴ്ച ഇനിയിപ്പോൾ എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ലെ, എന്താ കാര്യം? നമുക്ക് തിരക്കാണ്. പക്ഷെ നമ്മൾ വെളിയിറങ്ങി വർത്താനം പറയും, നമ്മൾ പുറത്തിറങ്ങിയിട്ട് വർത്താനം പറയും, അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ സാവധാനത്തിലേക്ക് പോയി എത്തണത്. പക്ഷെ നമ്മൾ തിരക്കിലാണ്. നമ്മൾ തിരക്കുകൾ എന്താണ്, അഭിനയിക്കുകയാണ്. എല്ലാവരും അല്ല, ചില ആളുകളെങ്കിലും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇത്തരം അനുഗ്രഹങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും നന്മയിൽ ഉപയോഗിക്കാൻ നമ്മൾ സമയം മാറ്റിവെക്കുക തന്നെ വേണം. കണ്ടെത്തുകയല്ല, നമ്മൾ മാറ്റിവെക്കുക തന്നെ ചെയ്യണമെന്നാണ് സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ യഥാർത്ഥ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസീകും വഇയ്യായ സാനിയും തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാണ്. പ്രിയമുള്ളവരെ, അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ ചേർത്ത് വെച്ചത് വഹയാതക ഖബല മൗതിക. നിന്റെ മരണത്തിന് മുമ്പ് ഏത് നിമിഷവും നമ്മൾ മരിക്കാം, ഏത് പ്രായത്തിലും മരിക്കാം. അപ്പോൾ പറഞ്ഞു വെച്ചതിന്റെ എല്ലാം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവിതം മുഴുവനും നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. മരിക്കണതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിന് നീ ഉപയോഗപ്പെടുത്തണം. അത് 15 വയസ്സിൽ മരിക്കാം, 20 വയസ്സിൽ മരിക്കാം, 30 മരിക്കാം, 40 മരിക്കാം. ഒരു മനുഷ്യന്റെ ആയുസിന്റെ 60 70 ഇടയിലാണെന്ന് പ്രവാചകൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ മരിക്കാം. ഏത് കാലഘട്ടത്തിലും മരിച്ചാൽ ഒരു മുഅ്മിനായ മനുഷ്യന് അയാളെ ജീവിതം ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആരോഗ്യം എപ്പോഴും നമ്മൾ നഷ്ടപ്പെടാം, അല്ലെ? സമ്പത്ത് അത് നമ്മളിൽ നിന്ന് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തെന്ന് വരാം. നമ്മുടെ യുവത്വം ഏത് കാലഘട്ടത്തിലും നശിച്ചു എന്ന് വരാം. പെട്ടെന്നായിരിക്കും യുവാവായി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ചില മനുഷ്യന്മാര് ആരോഗ്യം ഇല്ലാതാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുവാനാകട്ടെ. അപ്പൊ ആഫിയത്തുള്ള സമയങ്ങൾ, നമ്മുടെ ജീവിത കാലഘട്ടത്തിലെ നല്ല സമയങ്ങൾ, ഇതെല്ലാ സമയവും നല്ല സമയമാണ്. ആ സമയത്തിന് യഥാർത്ഥ ഒരു വിശ്വാസിയാണെങ്കിൽ ഫൈദാ ഫറഗത ഫൻസബ്, നീ ഒന്നിൽ നിന്നൊഴിഞ്ഞാൽ മറ്റൊന്നിനു വേണ്ടി കരുതലോടെ. പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നുണ്ട്, ഒരു ജോലിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തു നിന്ന് പോയി, നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് ഈമാനുള്ളത്, ഈ പള്ളിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈമാനുള്ളതെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തിരിച്ച് പള്ളിയിൽ എത്തണമെന്നാണ്. അവിടെ പിന്നെ ചുറ്റിത്തിരിയാൻ പാടില്ല, നമ്മൾ തിന്മകളിലായി. അത്ര കണ്ട് സൂക്ഷ്മതയോടുകൂടി വേണം ഒരു വിശ്വാസി ജീവിക്കാൻ എന്നാണ്. ദുൽഖഅദ വരികയാണ്. ദുൽഖഅദ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 മാസങ്ങളെ കുറിച്ച് പുണ്യമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരു മാസം ദുൽഖഅദയാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ മാസങ്ങൾ 4 എന്താണ് പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ്. ഹറാമായ കാര്യങ്ങൾ കാണാതെ, ഹറാമായ വർത്തമാനങ്ങൾ പറയാതെ, ഹറാമായ എന്താണ് ജീവിതം നയിക്കാതെ നല്ല മുത്തഖിങ്ങളായി എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ തിന്മകൾ ചെയ്താൽ ശിക്ഷ ഇരട്ടി, ശിക്ഷ കൂടും. അതുകൊണ്ട് പൂർണ്ണമായും ഒരു നന്മയുടെ വക്താക്കളായി നമ്മൾ മാറണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. വെക്കേഷൻ സമയത്ത് നമ്മുടെ മക്കൾ നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ സന്നദ്ധരാക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന എന്ന. ഒരു 3 ദിവസത്തെ ക്യാമ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ദീനിയായ ക്ലാസ് ഉണ്ട്. ഇതൊക്കെ കേട്ടാ നമ്മൾ മക്കളെ എങ്ങനെ നമ്മൾ വിട്ടുകൊണ്ടേയിരിക്കണം. ആരെങ്കിലും അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ ഒരു വഴിയിൽ പ്രവേശിച്ചു, യൽതമിസു ഫീഹി ഇൽമൻ, അയാൾ അറിവ് അന്വേഷിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെടുമെന്നാണ്. വഇന്നൽ മലായിക തളഉ വജ്നിഹതഹാ റിളൻ, തൃപ്തിയോടുകൂടി മലക്കുകൾ
ആ മനുഷ്യന്മാർക്ക് ഇങ്ങനെ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതുവരെ ഒരു ആഴക്കടലിൽ നീന്തി തുടിക്കുന്ന ഒരു മത്സ്യം വരെ ഇൽമു തേടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇൽമുള്ളവരാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ദീനി സംരംഭങ്ങളിൽ നമ്മുടെ മക്കളെ ചേർക്കുന്ന വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധ പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.